നമസ്കാരം. രേവന്ത് റെഡ്ഡിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ ഇങ്ങനെ കൂലങ്കഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. പോ മോനെ വിജയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നേമത്ത് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന തെലങ്കാന മുഖ്യമന്ത്രി ആവശ്യമില്ലാതെ കയറി മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചൊറിയാൻ ചെന്നത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, രേവന്ത് റെഡ്ഡി വിചാരിച്ചു വെച്ചിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കക്ഷി നയിച്ചുകൊണ്ടിരിക്കുന്ന UDF എന്ന് പറയുന്ന ഒരു മുന്നണി കേരളത്തെ അങ്ങ് പരിപോഷിപ്പിക്കാൻ പോകുകയാണ്. അതിനുമപ്പുറം കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനം ഇടതുഭരണത്തിൻ്റെ കീഴിൽ തകർന്നടിഞ്ഞ് തരിപ്പണമായി സാമ്പത്തികമായിട്ടും എല്ലാ അർത്ഥത്തിലും മൊത്തത്തിൽ പെട്ടുകിടക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളതാണ് രേവന്ത് റെഡ്ഡി അങ്ങ് തെലങ്കാനയിൽ നിന്ന് വന്ന് കേരളത്തിൽ വന്ന് എന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ രേവന്ത് റെഡ്ഡിക്കാണെങ്കിലും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും നടുവൊടിയാതെ റോഡ് ഷോ നടത്താൻ കഴിയുന്നതിൻ്റെ പ്രധാന കാരണം ഈ സർക്കാർ, ഇടത് സർക്കാർ കേരളം ഭരിച്ചതാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമെങ്കിലും ബോധ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ആ ബോധ്യപ്പെടലില്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ പോ മോനെ വിജയ എന്ന് സിനിമാ സ്റ്റൈലിൽ കയറി വിളിച്ചത്. ഇതൊക്കെ കേസി എഴുതി കൊടുത്തതാണല്ല, വേറൊന്നുമല്ല. ഇത് തൽക്കാലം ഈ പറയുന്ന പോലെ പിന്നെ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോരമായിരിക്കുന്ന ഒരു പരിപാടി ഇത് തന്നെ ചെയ്തു വെച്ചത്. കാരണം ഈ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരാൾക്ക് കേരളത്തിൽ അത്യാവശ്യം സാഹചര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ തന്നെയും KC വേണുഗോപാലാണല്ലോ ഇവരെയൊക്കെ ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞ അരയിലൊരു ചരട് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കുന്നത്. അതിൻ്റെ പരിണിത ഫലം ദേശീയ തലത്തിൽ കോൺഗ്രസ്സിനുണ്ടായിരിക്കുന്നത് എത്രത്തോളം വലിയ വൈഷമ്യമാണ് എന്നുള്ള കാര്യം ഒരുമാതിരി രാജ്യത്ത് ജനിച്ച് ജീവിച്ചവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ കർണാടക എന്ന് പറയുന്ന തെലങ്കാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനം പടർന്ന് പന്തലിച്ച് വലിയ വേരോട്ടത്തോടു കൂടി ശക്തമായ നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടുകൂടി ഇങ്ങനെ പരിലസിച്ച് നിൽക്കുകയായിരിക്കും. സാമ്പത്തികമായി ഒരു രൂപ പോലും കടമില്ലാത്ത ഒന്നാണ് രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാന സർക്കാർ എന്നൊക്കെ നമ്മൾ കരുതും. പെൻഷൻ എല്ലാവർക്കും വളരെ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന, ശമ്പളം എല്ലാവർക്കും വളരെ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് രേവന്ത് റെഡ്ഡി സർക്കാർ എന്ന് നമ്മൾ കേരളത്തിലുള്ളവർ വെറുതെ കരുതും. എന്നാൽ അതൊക്കെ തെറ്റാണെന്നേ. അതൊക്കെ വലിയ വലിയ തെറ്റുകളാണ് നമ്മളങ്ങനെ ചിന്തിച്ചാൽ. കാരണം അവിടുത്തെ സ്കൂളുകൾ, അവിടുത്തെ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1000-ലധികം വരും. 1023 സർക്കാർ റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത്രയും റെസിഡൻഷ്യൽ സ്കൂളുകളുള്ള ഒരു സംസ്ഥാനത്ത് അവിടുത്തെ കുട്ടികളെല്ലാം പഠന നിലവാരത്തിൽ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണെന്ന്. അവിടുത്തെ കുട്ടികളിൽ പലർക്കും പഠന നിലവാരം വളരെ വളരെ പിന്നോട്ടാണെന്നേ. അവർക്ക് കൊടുത്തിരിക്കുന്ന സ്വന്തം പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾ പോലും വായിച്ചു നോക്കാൻ കഴിയാത്തത്ര പോലും അല്ലെങ്കിൽ അതിന് പോലുമുള്ള കഴിവില്ലാത്ത കുട്ടികളാണ്. കുട്ടികളെ കുറ്റം പറയല്ല, അവിടുത്തെ സംവിധാനത്തെയാണ് കുറ്റം പറയുന്നത്. അവിടെ രേവന്ത് റെഡ്ഡി സർക്കാരിൻ്റെ കീഴിലുള്ള അധ്യാപക നിയമനങ്ങളൊന്നും നടക്കുന്നത് കൂടിയില്ല. ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഏകദേശം 50%-ലധികം തസ്തികകൾ ഇപ്പോഴും അധ്യാപകരുടേതായി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇനിയും പൊയ്ക്കോട്ടെ, ഈ 1023 റെസിഡൻഷ്യൽ സ്കൂളുകളെന്ന് പറഞ്ഞില്ലേ, ഈ സ്കൂളിൽ പകുതിയിലധികം സ്കൂളുകൾക്ക് സ്വന്തമായി കെട്ടിടം പോലുമില്ല. ഇതാണ് അവസ്ഥ. എന്താണ്? സ്വന്തമായി കെട്ടിടം പോലുമില്ലാത്ത വിദ്യാലയങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് നിന്നാണ് ഈ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരു മഹാൻ കേരളത്തിൽ വന്നു എന്നുകൊണ്ട് കേരളത്തെ കുറ്റം പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ. 662 സ്കൂളുകൾക്ക് സ്വന്തമായി കെട്ടിടമില്ല. സ്വന്തമായി കെട്ടിടമില്ലായ്മ പൊക്കോട്ടെ, ഇനി സ്വന്തമായി കെട്ടിടമുള്ള സ്കൂളുകളുടെ അവസ്ഥയോ? മിക്കവാറും സ്കൂളുകളിലൊന്നും നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു ശൗചാലയത്തിൻ്റെ സൗകര്യം പോലും ഏർപ്പെടുത്താൻ അവിടുത്തെ സർക്കാരിനോ വിദ്യാഭ്യാസ വകുപ്പിനോ കഴിയുന്നില്ല. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ എല്ലാ ക്ലാസ് മുറികളും വളരെ മനോഹരമായി എയർ കണ്ടീഷൻഡ് ആയില്ലെങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത്. അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് സമരം ചെയ്യാനും അത് നേടിയെടുക്കാനും ഇവിടുത്തെ ജനങ്ങൾ പോലും പരിശ്രമിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഏതെങ്കിലും ഒരു സ്വകാര്യ സ്കൂളിൽ പോലും കുട്ടികൾ അനുഭവിക്കുന്ന നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടുത്തെ രക്ഷിതാക്കൾ അടക്കമുള്ളവർ ഒരു സംഘം ചേർന്നുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യവും നമ്മുടെ കേരളത്തിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കാൻ ശക്തമായി നീക്കം നടത്തുന്ന ഒരു സർക്കാരും ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇത്രയുമുള്ള കേരളത്തിൽ വന്നിരുന്നുകൊണ്ട് പുച്ഛിക്കുകയാണ്. ഇവിടെ അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ, മെഡിക്കൽ രംഗം
ആരോഗ്യരംഗത്തിന് വേണ്ടി പണം മുടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ മതിയായ തോതിലുള്ള 75% തസ്തികകളാണ് ആരോഗ്യ മേഖലയിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ആരോഗ്യ മേഖലയുടെ കാര്യവും ഉദാഹവ, വിദ്യാർത്ഥികളുടെ കാര്യവും ഏകദേശം തറപറ്റി കിടക്കുന്നു. ഇനി സാമ്പത്തിക രംഗം മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ഇല്ല. 6 ലക്ഷം കോടി രൂപയാണ് ഈ രേവന്ത് റെഡ്ഡി നയിക്കുന്ന തെലങ്കാന സർക്കാരിൻ്റെ കടബാധ്യത. 6 ലക്ഷം കോടി രൂപ. അപ്പോൾ ചിന്തിക്കും ബാക്കിയുള്ള മേഖലകളെല്ലാം വിപുലമല്ലേ? കാർഷിക മേഖല അല്ല. കാർഷിക മേഖലയിലുള്ള കടങ്ങൾ 2 ലക്ഷം രൂപയിലുള്ള കടങ്ങൾ എഴുതി തള്ളാമെന്ന് പറഞ്ഞിട്ട് അതുപോലും നടക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് ഏകദേശം ഈ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം DA ഇനത്തിലും പെൻഷൻ ഇനത്തിലുമെല്ലാം ഏകദേശം കൊടുത്തു തീർക്കാനുള്ള 8000 കോടി രൂപ കുടിശ്ശിക കിടപ്പുണ്ട്. ഇപ്പോൾ 8000 കോടി രൂപ. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം പിന്നെ ഈ പറയുന്ന പോലെ ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇതേ രേവന്ത് റെഡ്ഡി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനിയും ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിച്ചു പോകാൻ മിനിമം ഒരു 6500 കോടി രൂപയെങ്കിലും വേണ്ടിവരും എന്നാണ് രേവന്ത് റെഡ്ഡി തന്നെ തെലങ്കാനയെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. അപ്പം തെലങ്കാനയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിരുന്നുകൊണ്ട് കേരളത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ കേരളത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന രേവന്ത് റെഡ്ഡി നയിക്കുന്ന തെലങ്കാന സർക്കാരിൻ്റെ, തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഒരു ശരാശരി അവസ്ഥയാണ് പറഞ്ഞത്. കാർഷിക കടങ്ങൾ എഴുതി തള്ളുമെന്ന് പറഞ്ഞു. എഴുതി തള്ളിയിട്ടേ ഇല്ല. ഇവിടെ ഈ നെല്ലുൽപ്പന്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ സംഭരിക്കുന്നതിനെ പറ്റി വീഴ്ച പറ്റുന്നു. ഏറ്റവും ഒടുവിൽ അവരോട് നെൽകർഷകരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, അതാണ് ഇതിനകത്തിലെ ഹൈലൈറ്റ്. അവരോട് രേവന്ത് റെഡ്ഡി തന്നെ പറഞ്ഞൊരു കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ നെൽകൃഷി ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ നെൽകൃഷി ചെയ്യുന്നത് അവസാനിപ്പിക്കൂ എന്ന് ആഹ്വാനം ചെയ്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പേര് രേവന്ത് റെഡ്ഡി എന്നാണ്. ആ രേവന്ത് റെഡ്ഡിയുടെ ആരാണ് ബാക്കപ്പ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണെന്ന് രേവന്ത് റെഡ്ഡി. ഈ രേവന്ത് റെഡ്ഡിയാണ് കേരളവുമായി ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ പോലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത തെലങ്കാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് എല്ലാ തരത്തിലും നമ്പർ 1 പിന്നെ വ്യവസായ സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു, ആരോഗ്യ സൂചിക എന്ന് വേണ്ട സകലമാന രീതിയിലും 1-ാം നമ്പർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കേരളത്തിൽ വന്നിരുന്നുകൊണ്ട് ഈ രീതിയിലാണ് പ്രസംഗിക്കുന്നത്. 4 വോട്ടിന് വേണ്ടിയിട്ട് എന്ത് കോമാളി വേഷവും ഈ കോൺഗ്രസ് നേതാക്കന്മാർ ദേശീയ തലത്തിലുള്ളവർ കെട്ടുമെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറയുന്ന നമ്മുടെ രേവന്ത് റെഡ്ഡി. ഇതിനു മുമ്പ് 2 മഹതികൾ, ഒരു മഹാനും മഹതിയും ഒക്കെ, 2 മഹാന്മാരും ഒരു മഹതിയൊക്കെ വന്ന് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിന്? കേരളത്തിലെ ദുരവസ്ഥ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ആൾക്കാർ തന്നെ ഒരു പിന്നെ പറയുന്നതാ, ഇവിടുത്തെ സംസ്ഥാന മുഖ്യമന്ത്രി സമ്മതിക്കുന്നില്ലത്ര. എന്തിന്? MP ഫണ്ടുകൾ ഇവിടെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ മുഖ്യമന്ത്രി സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഭൂലോക മണ്ടത്തരം പറഞ്ഞ 2 MP നമ്മുടെ കേരളത്തിന്. അവരുടെ പേരാണ് പ്രിയങ്ക ഗാന്ധി എന്നും രാഹുൽ ഗാന്ധി എന്നും. ഇവർ 2 പേരും വന്ന് ഇതുകൊണ്ട് പ്രസംഗിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഇവർ കേരളത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിശിഷ്യ അവർ പ്രതിനിധീകരിച്ചു കൊണ്ടിരുന്ന വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തിന് വേണ്ടിയിട്ട് എന്തോ കനകം കൊണ്ട് എന്തൊക്കെയോ ചമച്ചു വെച്ചു എന്ന് തോന്നും. സ്വന്തമായി MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ വിനിയോഗിക്കാമെന്നിരിക്കലും നാളിതുവരെയായി 1 രൂപ പോലും വയനാട് ദുരിതാശ്വാസം എന്നുള്ള പേരിൽ കൊടുക്കാത്ത 2 കോൺഗ്രസ് നേതാക്കന്മാരാണ് പ്രിയങ്കയും പിന്നെ അതോടൊപ്പം തന്നെ രാഹുലും. ഇവരൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് കേരളത്തെ കുറ്റം പറയുകയാണ്. ഡീലെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസമല്ലേ ഇവരുടെ പിന്നെ ഡീലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്? ഫിറോസ് എന്ന് പറയുന്ന ഒരു നേതാവ്, മണ്ഡലം കമ്മിറ്റി നേതാവ്, പിന്നെ അധ്യക്ഷൻ, അദ്ദേഹം പറഞ്ഞില്ലേ ഇവിടെ ആരാണ് ഡീൽ നടത്തി 8 കോടി രൂപ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് തൃശ്ശൂരിൽ കോൺഗ്രസ് പാർട്ടിക്കാർ വോട്ട് മറിച്ചു. TN പ്രതാപൻ അതിനുവേണ്ടി പരിശ്രമിച്ചു എന്നൊരു വലിയ വിവാദപരമായ പ്രസ്താവന കഴിഞ്ഞ ദിവസമല്ലേ ഉയർന്നു വന്നത്. അപ്പം നാളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? നാളിതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമെല്ലാം BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീലിനെ കുറിച്ച് തന്നെയായിരുന്നു. ആ ഡീലിൽ തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലം ഉണ്ടായിരുന്നു, നേമം എന്ന് പറയുന്ന മണ്ഡലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പാലക്കാട് അതേ ഡീല് തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് പാലക്കാട് മണ്ഡലം വിട്ടു നൽകുന്നതിന് വേണ്ടി രമേശ് പിഷാരടി എന്ന് പറയുന്ന ചലച്ചിത്ര താരത്തെ അവിടെ ഇറക്കി. അദ്ദേഹത്തിൻ്റെ മിമിക്രി കാണുന്നവരെല്ലാവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം. ഇതാണോ രാഷ്ട്രീയ ബോധം? ഈ പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്ത് മലയാളത്തിൽ പ്രസംഗിപ്പിച്ചു. ആരാണ് പോറ്റിയെ കയറ്റിയതെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. പോറ്റിയുടെ കൂടെ നിന്ന് ഫാമിലി ഫോട്ടോ എടുത്തിരിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യം അറിയാം. പാവം, ഈ കെണി മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി അതിൽ നിന്നുകൊണ്ട് വായിച്ചത്. പോറ്റിയെ കയറ്റിയത് ആരഭ എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചത്.
കാരണം എന്താ, ചോദ്യം കൂടുതൽ കടുത്തു കഴിയുമ്പോൾ സ്വന്തം അമ്മയ്ക്കിട്ടുള്ള പണിയാണ് ഈ വന്നത് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി എന്തോ മറന്നുപോയി. അത് പിന്നെ ഈ പറയുന്ന KC വേണുഗോപാൽ പരിശ്രമിച്ചിട്ടായിരിക്കാം അങ്ങനെയൊരു പേരുദോഷം ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഈ രീതിയിലെല്ലാം കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രേവന്ത് റെഡ്ഡി ഇവിടെ വന്നിരുന്നുകൊണ്ട് ഈ മാതിരി അലക്കലക്കുന്നത്. സ്വന്തം ഈ പറയുന്ന പോലെ സ്വന്തം കണ്ണിലെ കരടെടുത്തിട്ട് പോരെ മറ്റുള്ളവരുടെ കാലിലെ കോലെടുക്കാൻ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ലാണ് ശരിക്കും നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അല്ല, സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ. അതാണ് രേവന്ത് റെഡ്ഡി ഇവിടെ വന്നുകൊണ്ട് കാണിക്കുന്നത്. രേവന്ത് റെഡ്ഡിയോട് അത് മാത്രമേ പറയാനുള്ളൂ. മുഖ്യമന്ത്രി അതുകൊണ്ടാണ് പറഞ്ഞത്, വളരെ കൃത്യമായ മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, ഒരു BJP നേതാവ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയെക്കുറിച്ച് ഇവിടെ വലിയ കാര്യമായിട്ട് സംസാരിച്ചിരുന്നല്ലോ. ഇവിടുത്തെ യുവാക്കളെല്ലാം വിദേശത്തേക്ക് പോകുന്നതുകൊണ്ടാണ് ഇവിടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയുന്നതെന്ന്. എന്നാൽ ഈ തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ 18%. 5ഉം 2ഉം ഒന്നുമല്ല, 18% ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അതെന്താണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാമല്ലോ. അത് 18. അപ്പോൾ അതുപോലും അങ്ങനെ പോലും ചെയ്യുന്നില്ല. മാതൃമരണ നിരക്കിലും കൂടുതൽ തന്നെയാണ് കേരളത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. ആരോഗ്യ മേഖലയിലേക്ക് പണം മുടക്കാൻ വേണ്ടി തയ്യാറെടുത്തിട്ടും മുടക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. കാര്യം ഉദ്യോഗസ്ഥരില്ല, ജോലിക്കാരില്ല. അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന തെലങ്കാനയിലെ മുഖ്യമന്ത്രി വന്നു നിന്നുകൊണ്ട് കേരളത്തിൽ വന്നു നിന്നുകൊണ്ട് ഈ രീതിയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ കേരളത്തിലവർക്ക് സഹിക്കാൻ പറ്റുമോ? കേരളക്കാരത് അംഗീകരിക്കുമോ? ഇല്ല. പെൻഷൻ തന്നെ ഇപ്പോൾ 25 മാസക്കാലമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നുള്ള പേരിലുള്ള പെൻഷൻ അവിടെ കൊടുത്തിട്ട് 25 മാസം, ഒരു മാസം പോലും മുടങ്ങാതെ കൃത്യമായി മുടങ്ങിയാലും തൊട്ടടുത്ത മാസം കുടിശ്ശിക അടക്കം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ് 25 മാസം കുടിശ്ശിക വരുത്തിയ ഒരു നേതാവ്. ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഈ ഇരട്ടത്താപ്പ് നയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും രേവന്ത് റെഡ്ഡി കരുതിയിരുന്നോളൂ, പണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും അധികം ഈ KC വേണുഗോപാൽ എഴുതി തരുന്നത് പ്രസംഗിച്ചുകൊണ്ട് നടക്കാനാണ് ഭാവമെങ്കിൽ ഇതിനപ്പുറവും പലരും ചകഞ്ഞ് പുറത്തിടാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി രേവന്ത് റെഡ്ഡി ഒന്ന് ഓർത്താൽ നന്ന്.